കോയിക്കൽ ബ്രീഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മുഹമ്മദ് അബ്ദുള്ള, കൊല്ലം ജില്ലയിലെ കടക്കലാണ് എൻ്റെ സ്ഥലം. ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നേക്കുന്നത് നമ്മുടെ ഫാമിലുള്ള കുറച്ച് ബേഡ്സിനെ പരിചയപ്പെടുത്താനായിട്ടാണ്. അതായത് ഏകദേശം കേജ് പണിഞ്ഞതിന് ശേഷം ഒരു മാസത്തോളമായി ഇതുവരെ ഒരു വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോഴത്തേക്ക് നമുക്ക് ഇപ്പം നമ്മുടെ കയ്യിൽ കുറച്ച് ബ്രീഡിംഗ് പെയർ ഉണ്ട്. അപ്പോൾ ഈ ബ്രീഡിംഗ് പെയറിൻ്റെയൊക്കെ റേറ്റ്, അതായത് മാർക്കറ്റ് റേറ്റ് എങ്ങനെയൊക്കെയാണ്, അതുപോലെ ഇവിടെയുള്ള പുതിയ പുതിയ ബേഡ്സിൻ്റെ കളക്ഷനൊക്കെ നിങ്ങളെ കാണിക്കാനായിട്ടാണ്. അതായത് ഇപ്പോൾ മാർക്കറ്റിൽ ഓരോ ബേഡ് നമ്മൾ മേടിക്കാൻ ചെല്ലുമ്പം അതിൽ പലരും ഒരുപാട് നല്ല റേറ്റ് കയറ്റിയിട്ടാണ് പല സ്ഥലത്തുനിന്ന് സാധനങ്ങൾ നമുക്ക് കിട്ടാറുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഏതാണ് ഒറിജിനൽ റേറ്റ്, അതായത് ഒരു ബേഡിന് മാർക്കറ്റിൽ എന്ത് റേറ്റും ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ബേഡ്സിൻ്റെ ഫുഡും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുള്ള എല്ലാ ഒരു ഡീറ്റെയിൽ ആയിട്ട് ആണ് ഇപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ വെറൈറ്റി ബേഡ്സിൻ്റെ കളക്ഷന് നിങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാനായിട്ടാണ്. അതുപോലെ ഇതൊരു സെയിൽ പോസ്റ്റ് അല്ല. എന്തായാലും ഒരു 1-2 ദിവസം കൊണ്ട് കഴിയുമ്പോൾ ഞാൻ എന്തായാലും പുതിയൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഫാമിൽ സെയിലിനായിട്ടുള്ള കുറച്ച് ബേഡ്സ് ഉണ്ട്. അപ്പോൾ ആ ബേഡ്സിനെയൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ എന്തായാലും കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം ആദ്യം ഞാൻ കുറച്ച് ബേഡ്സ് വെച്ചാണ് നമ്മൾ ആദ്യം ഇത് തുടങ്ങിയത്. അപ്പോഴത്തേക്ക് എന്തായാലും അതിനനുസരിച്ച് നിങ്ങളുടെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതായത് കുറച്ച് ബേഡ് ഉണ്ടെങ്കിൽ ഒരുപാട് ഓർഡർ കിട്ടുന്നുണ്ട്. നിങ്ങൾ എന്നെ വിശ്വസിച്ച് ഒരുപാട് പേര് ഓർഡർ തരുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് സാധനം നമുക്ക് നിങ്ങളുടെ ആവശ്യപ്രകാരം എനിക്ക് തരാനായിട്ട് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് സ്റ്റോക്കിംഗ് കപ്പാസിറ്റി കൂട്ടാനായിട്ടാണ് നമ്മൾ ആദ്യം കേജ് അടിച്ചത്. അപ്പോൾ അതിൽ കുറച്ച് ബ്രീഡിങ്ങും തുടങ്ങിയിട്ടുണ്ട്. അതായത് കൊണിയൂർ ഐറ്റംസും അതുപോലെ തന്നെ പാരക്കീറ്റ്, കോക്ടെയിൽ, ആഫ്രിക്കൻ ലവ്ബേർഡ്, അങ്ങനെ കുറച്ച് ഇഗ്വാന, ഷുഗർ ഗ്ലൈഡർ, അങ്ങനെ കുറച്ച് ഒരുപാട് വെറൈറ്റി ഐറ്റംസൊക്കെ നമ്മളിപ്പോൾ കളക്ട് ചെയ്യുന്നുണ്ട്. എന്നാലും നമ്മുടെ ഫാമിലുള്ള വിശേഷങ്ങളിലായിട്ട് നേരത്തെ കിടക്കാം. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ മാത്രമേ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ബേഡ്സിൻ്റെ സെയിൽ പോസ്റ്റ് ഇടാൻ നേരത്തെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ നിങ്ങൾക്ക് ലഭ്യമാവുകയുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഏകദേശം വീഡിയോ ഇട്ട് പലരും ഇതുപോലെ തന്നെ വീഡിയോ ഇട്ട് 1 മാസം കഴിഞ്ഞിട്ടായിരിക്കും പലരും വിളിച്ച് ചോദിക്കുന്നത്, നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ വിളിക്കുന്നത്, ഇങ്ങനെയുള്ള ബേഡ്സ് ഉണ്ടാകുന്നൊക്കെ ചോദിച്ചു വിളിക്കും. പക്ഷെ അത് അവർ 1 മാസം കഴിഞ്ഞ് വിളിക്കുമ്പോൾ എന്തായാലും ബേഡ്സിൻ്റെ സ്റ്റോക്കൊക്കെ എല്ലാം കഴിഞ്ഞാണ്. അപ്പോഴേക്കും എന്തായാലും നമ്മുടെ സ്റ്റോക്കും കാര്യങ്ങളെല്ലാം ക്ലിയറായിട്ട് അപ്പം തന്നെ ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനലിൽ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചാൽ ഇടുന്ന വീഡിയോസ് എല്ലാം എളുപ്പത്തിൽ നിങ്ങൾക്ക് ലഭ്യമാകും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് കൊണ്ടാണ് എനിക്കിപ്പോൾ ഇതെല്ലാം ചെയ്യാൻ കഴിയുന്നത്. അപ്പോഴത്തേക്ക് നിങ്ങളുടെ സപ്പോർട്ടിന് എനിക്ക് വളരെ നന്ദിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇനിയും തുടർന്ന് നിങ്ങളിതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ താല്പര്യപ്പെടുന്നു. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമുക്ക് സൺകൊണിയൂറിനെ കുറിച്ച് പരിചയപ്പെടാം. ഇത് എൻ്റെ തലയിലെ മണ്ടയിൽ ഇതാണ് സാധനം, സൺകൊണിയൂർ. ഇത് ഏകദേശം 1.25 വയസ്സുണ്ട്. ഇത് ടേംഡാണ്. ഇത് നമ്മുടെ ബ്രീഡിംഗ് പെയറാണ്. പക്ഷേ ഇതുവരെയും ബ്രീഡൊന്നും ആയിട്ടില്ല. ഇപ്പോൾ രണ്ട് സ്ഥലത്തുനിന്ന് മേടിച്ച് കുറച്ച് നാളായിട്ട് സെമി ടേംഡായിരുന്നു. ഇപ്പോൾ കൊണ്ടുവന്നിട്ട് ഏകദേശം നല്ല രീതിയിൽ ഹാൻഡ് ഫീഡൊക്കെ കൊടുത്ത് ടേമാക്കി എടുത്തതാണ്. അപ്പോൾ ഇത് ഒരു 2 വയസ്സാകുമ്പോൾ നമുക്ക് 2 വയസ്സാണ് കറക്റ്റ് പ്രായം. അതിന് ബ്രീഡ് ചെയ്യാൻ പറ്റിയ കറക്റ്റ് പ്രായം 2 വയസ്സാണ്. പിന്നെ നമ്മളിപ്പോഴും ഇതിന് ഹാൻഡ് ഫീഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് നമ്മൾ എത്ര ഹാൻഡ് ഫീഡ് കൊടുത്താലും അത്രയും നല്ലതാണ്. അതായത് നമ്മളുമായിട്ട് അത്രയും നല്ല ഒരു ബോണ്ടിങ് ഈ ബേഡ്സിനുണ്ടാവും. നമ്മൾ ഈ ഹാൻഡ് ഫീഡ് പരുവത്തിൽ കഴിഞ്ഞാൽ പിന്നെ ചിലർ ഹാൻഡ് ഫീഡ് കൊടുക്കാറില്ല. പക്ഷേ ഹാൻഡ് ഫീഡ് ഇപ്പോഴും കൊടുത്തു കഴിഞ്ഞാൽ ഇത് എഗ്ഗ് ചെയ്ത് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടിരിക്കുന്ന ടൈമിൽ നമ്മൾ ഹാൻഡ് ഫീഡ് ഇതിന് കൊടുക്കുന്ന സമയത്ത് ഇത് കൊണ്ട് നേരെ അതിൻ്റെ കുഞ്ഞിന് കൊണ്ട് കൊടുക്കുകയും അപ്പോൾ കുഞ്ഞിന് പെട്ടെന്ന് നല്ല രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ടാവാനും അതുപോലെ നല്ല ഒരു കളർ ഉണ്ടാവാനും ഉള്ള ഇതുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം ഇതിൽ ടേംഡുള്ള ബേഡൊക്കെ ആണെങ്കിൽ ബ്രീഡ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു ടേംഡ് ബേഡാണ്. ഇപ്പോൾ എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നതാണ്. ഇപ്പോൾ ടേംഡ് ബേഡാകുമ്പോഴും നമ്മൾ അതിൻ്റെ കൂട്ടിൽ ബ്രീഡിംഗ് ബോക്സിൻ്റെ അകത്തുനിന്ന് അതിൻ്റെ ബോക്സ് തുറന്ന് കുഞ്ഞുങ്ങളെടുത്താലോ അല്ലെങ്കിൽ അതിൻ്റെ മുട്ട ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് വാഷ് ചെയ്താലോ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. അതേസമയത്ത് നമ്മളൊക്കെ എപ്പോഴും നമ്മളുമായിട്ട് ഒരു ഇതുണ്ടാകും. അതേസമയത്ത് നമ്മൾ ഈ ടേംഡ് അല്ലാത്ത ബേഡൊക്കെ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് കൂടിൻ്റെ അടുത്തൊക്കെ വന്നിരിക്കുമ്പോൾ ഇത് പേടിച്ച് ചിലപ്പോൾ ബ്രീഡിംഗ് ബോക്സിൽ കിടന്ന് പെട്ടെന്ന് പുറത്തിറങ്ങാനുള്ള ഒരു വെപ്രാളം കാണിക്കാത്ത മുട്ട വന്ന് അവിടെയൊക്കെ വന്ന് ഈ ബോക്സിൻ്റെ അപ്പുറത്തൊക്കെ വന്ന് തട്ടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ എടുക്കാൻ നേരത്ത് പിന്നെ ചിലപ്പോൾ ഒരു വട്ടം കുഞ്ഞിനെ എടുത്താൽ പിന്നെ അത് തിരിച്ച് വയ്ക്കാൻ നേരത്ത് പിന്നെ അത് നോക്കത്തില്ല. അങ്ങനെ ഒരുപാട് ഇതുണ്ടാവും. ടേംഡ് ആകുമ്പോൾ പിന്നെ വേറെ വിഷയമൊന്നുമില്ല. പെട്ടെന്ന് നല്ല രീതിയിലുള്ള നല്ല സഹകരണമാണ് നമ്മളായിട്ട് ഉണ്ടാകുന്നത്. പിന്നെ ഇതിൻ്റെ ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന്
കൊണിയൂർ മിക്സ്, അതായത് ഇപ്പോൾ മാർക്കറ്റിൽ ഇപ്പോൾ എല്ലാ ബേർഡിനും അതിൻ്റേതായ സീഡ് മിക്സ് അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പോൾ മുമ്പൊക്കെ ആണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓരോ ബേർഡിനെ എടുക്കാൻ നേരത്ത് ഓരോ സെപ്പറേറ്റ് മേടിക്കണം. ഇപ്പോഴാണെങ്കിൽ കടകളിൽ പോയി പറഞ്ഞിട്ട് നമുക്കിപ്പോൾ കൊണിയൂർ ആണെങ്കിൽ കൊണിയൂറിൻ്റെ സീഡ് മിക്സ് വേണമെന്ന് പറഞ്ഞാൽ മതി. അതുപോലെ സൺകൊണിയൂർ ആണെങ്കിൽ സൺകൊണിയൂറിൻ്റെ സീഡ് മിക്സ്, ഇപ്പോൾ ലവ് ബേർഡ്സിൻ്റെ മിക്സ് മുതൽ അതുപോലെ ഫിഞ്ചസിൻ്റെ മിക്സ് മുതൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇപ്പോൾ ഏത് ബേർഡിൻ്റെ സീഡ് മിക്സ് വേണമെങ്കിൽ ആ ബേർഡിൻ്റെ പേര് പറഞ്ഞ്, അതായത് ഇപ്പോൾ കോക്ടെയിൽ മിക്സ് എന്ന് അങ്ങനെ പറഞ്ഞാൽ തന്നെ നമുക്കിപ്പോൾ ലഭ്യമാകുന്നതാണ്. അതിപ്പോൾ ഏറ്റവും വലിയൊരു കാര്യമാണ്. ഇത് അറിഞ്ഞുകൂടാത്തവർ പലരും ചെന്നിട്ട് ഏതൊക്കെയാണ് കൊടുക്കാനുള്ളതെന്ന് പലർക്കും ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ അറിഞ്ഞുകൂടാത്തവർ ഫസ്റ്റ് ടൈമിൽ മേടിക്കുമ്പോൾ ഇപ്പോൾ ഏതൊക്കെ ഐറ്റംസ് ആണ് ഇതിന് കൊടുക്കാനുള്ളതെന്ന് നല്ല കൺഫ്യൂഷനാണ്. ഇതാകുമ്പോൾ അതിൻ്റെ പേരിൽ ഒരു സീഡ് മിക്സ് കയറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ മാർക്കറ്റിൽ അത് കഴിക്കുന്നതായിട്ടുള്ള എല്ലാ ഐറ്റംസും ലഭ്യമാകുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ എക്സോട്ടിക് ബേർഡെല്ലാം വെജിറ്റബിളും ഫ്രൂട്ട്സും എല്ലാം കഴിക്കുന്നതാണ്. ഇപ്പം നമ്മുടെ ഇവിടെയാണെങ്കിൽ രാവിലെ വെജിറ്റബിളും ഫ്രൂട്ട്സും കൊടുക്കും. അതുപോലെ തന്നെ ഒരു 10 മണി അതുപോലെ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ സീഡ് മിക്സാണ് കൊടുക്കാറ്. പിന്നെ അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എന്താ ഇഗ്വാനയാണ്. ഇത് ഗ്രീൻ ഇഗ്വാന എന്ന് പറയും. ഇത് ഏകദേശം എന്താ ഇതിൻ്റെ സൈസ് പറയുന്നത് ഇതിൻ്റെ തല മുതൽ ഇതിൻ്റെ വാലറ്റം വരെയാണ്. ഇത് ഏകദേശം ഒരു അടിക്ക് മുകളിലോട്ടുണ്ട്, ഒരു 1.25 അടി നീളമുണ്ട് ഈ ഇഗ്വാനയ്ക്ക്. ഇതാണ് ഗ്രീൻ ഇഗ്വാന. ഇതെല്ലാം നല്ല ടേംഡാണ്. ഇഗ്വാന അതായിരിക്കുന്നുണ്ടല്ലേ. ഇത് സംബന്ധിച്ച് നമുക്ക് ഏറ്റവും ചിലവ് ഇല്ലാതെ അതുപോലെ തന്നെ നമുക്ക് മെയിൻ്റനൻസ് കുറവുള്ള ഏറ്റവും ചിലവില്ലാത്തൊരു പെറ്റാണ് ഇഗ്വാന. ഇഗ്വാനയുടെ ഫുഡെന്ന് പറയുമ്പോൾ നമുക്ക് പച്ചലയും അതുപോലെ തന്നെ പച്ചവെള്ളവും കൊടുത്താൽ ഏറ്റവും അതിന് ഇഷ്ടപ്പെട്ടത് ചെമ്പരത്തിപ്പൂവാണ്. ചെമ്പരത്തിയുടെ ഇല, അപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസ് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ കളർ വയ്ക്കും. പിന്നെ ഇതിന് ഏറ്റവും പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ബ്ലഡ് തണുത്ത ബ്ലഡാണ്. ബാക്കിയുള്ള എല്ലാ ബേഡ്സിനെയും പെറ്റ്സിനെ പോലെയല്ല, ഇതിനെപ്പോഴും ചൂട് വേണം. ഇപ്പോൾ രാത്രി കാലങ്ങളിൽ ഇതിനൊരു ബൾബ് ഇട്ട് കൊടുക്കുകയും രാവിലെ ഇത്തിരി രാവിലെയുള്ള വെയിലും വൈകിട്ടുള്ള വെയിലൊക്കെ നല്ല രീതിയിൽ കൊള്ളിക്കണം. ഉച്ചയ്ക്കുള്ള ടൈമിലൊക്കെ ഇതിന് ഒരു വെയിലില്ലാത്ത സ്ഥലത്ത് വെക്കുന്നതായിരിക്കും നല്ലത്. എന്നാലും എപ്പോഴും ഒരു ചൂടുള്ള അന്തരീക്ഷം ഇതിന് ആവശ്യമാണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഏറ്റവും കുട്ടികൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ വളർത്താൻ പറ്റിയ, നല്ല മെയിൻ്റനൻസ് ഒന്നും ഇല്ലാതെ വളർത്താൻ പറ്റിയ ഐറ്റമാണ് കണ്ട ഈ ഇഗ്വാന. അപ്പോൾ ഇത് ഇഗ്വാന ഏകദേശം നമ്മളതിൽ ഒരു 5 പീസ് ഇപ്പം അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഫാമിൽ ഇപ്പോൾ സെയിലായിട്ടുള്ള ബേഡ്സ് പെറ്റ്സ് എല്ലാം നമ്മൾ ഏകദേശം ഒരു 2 ദിവസം കൂടെ കഴിയുമ്പോൾ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോയിൽ നമ്മളിതെല്ലാം ഉൾക്കൊള്ളിക്കുന്നതാണ്. അപ്പോൾ ആവശ്യമുള്ളവർ നമ്മൾ ആ വീഡിയോയിൽ തന്നെ നമ്പറും കാര്യങ്ങളെല്ലാം കൊടുത്തേക്കും. അതുപോലെ തന്നെ അതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസ് കൊടുത്തേക്കും. ആവശ്യമുള്ളവർ വന്നാലും നമുക്ക് സാധനം അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇഗ്വാനയ്ക്ക് കുളിക്കാനായിട്ട് നമ്മൾ വെള്ളം വെച്ച് കൊടുക്കണം. അപ്പോൾ ആ വെള്ളത്തിലായിരിക്കും ചിലപ്പോൾ അത് കുടിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ആ വെള്ളത്തിൽ ഇറങ്ങി കുളിക്കും. പിന്നെ ചിലപ്പോൾ അതിൻ്റെ മോഷനൊക്കെ ചിലപ്പോൾ അതിൻ്റെ അടുത്തോട്ടായിരിക്കും ചിലപ്പോൾ അത് കളയുന്നത്. അപ്പോൾ അത് വെള്ളം ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ആക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഇതിൻ്റെ പുറത്ത് വേണ്ട ഈ തോല് ദിവസവും ഇത് 2 ദിവസം ചിലപ്പോൾ 3 ദിവസം കൂടുമ്പോൾ ഇതിൻ്റെ പുറത്തുള്ള തൊള്ളിയുടെ ലെയർ മാറിയിട്ട് പുതിയ ലെയറുകൾ വന്നുകൊണ്ടിരിക്കും. അത് വേണ്ട ഈ പാമ്പിൻ്റെയൊക്കെ പടം പൊഴിക്കുന്ന കണക്ക് ഇതിൻ്റെ വെള്ളിയിലുള്ള തോലെല്ലാം ഇങ്ങനെ പൊളിഞ്ഞു പൊക്കിക്കൊണ്ടിരിക്കും. ഏകദേശം ഒരു രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ഉച്ചയ്ക്ക് ആകുന്നതിന് മുമ്പ് തന്നെ കംപ്ലീറ്റ് ആകും. ചിലപ്പോൾ ഒരു 3 ദിവസം ചിലപ്പോൾ ഒരു 4-5 ദിവസം കൂടുമ്പോഴായിരിക്കും ഇങ്ങനെ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ കളറും കൂടി വരും. ആദ്യമേ തന്നെ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. ഇത് പൈനാപ്പിൾ കൊണിയൂർ, അതുപോലെ തന്നെ യെല്ലോ ഷെയ്ഡ് കൊണിയൂർ, ഗ്രീൻ ചീക്ക് കൊണിയൂർ, അങ്ങനെയുള്ള ഈ കൊണിയൂറിൻ്റെ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ നമ്മളിവിടെ എടുത്തിട്ട് ടേം ചെയ്ത് അതിൻ്റെ DNA എടുത്ത് കൊടുക്കാറാണ് പതിവ്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഹാൻഡ് ഫീഡ് കൊടുക്കുന്ന രീതിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് കൊണിയൂറിൻ്റെ കുഞ്ഞുങ്ങൾ. ഇതൊക്കെ ഏകദേശം മുട്ട വിരിഞ്ഞ് 2 ആഴ്ച പ്രായത്തിലേ നമ്മൾ എടുക്കുന്നതാണ്. അതിൽ തൂവൽ പോലും മുളയ്ക്കാത്ത സമയത്താണ് നമ്മൾ എടുക്കാറ്. ഇപ്പോൾ ചെറുതിലേ നമ്മൾ എത്ര ചെറുതിലേ എടുത്താലും നമുക്ക് ഏത് കുഞ്ഞിനെ വേണമെങ്കിലും നമുക്ക് ഹാൻഡ് ഫീഡ് ചെയ്ത് ഇണക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഒരു കുഞ്ഞിനൊക്കെ നമുക്ക് ഏകദേശം ഒരു 5 നേരം, ഒരു ദിവസത്തിൽ 5 നേരം ഹാൻഡ് ഫീഡ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം നമ്മൾ ഏകദേശം ഒരു 5 നേരം ഹാൻഡ് ഫീഡ് കൊടുക്കേണ്ടതായിട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ ഒരു പീസിനെ നോക്കാനായാലും നമ്മൾ 5 നേരം ഇതിൻ്റെ അടുത്തേക്ക് വന്നേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് ഒരു 20 പീസൊക്കെ ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും നല്ലതാണ്.
അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 20 പീസ് എടുത്ത് ഇണക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇപ്പോൾ കണ്ട നേരത്തെ നമ്മൾ ഹാൻഡ് ഫീഡ് കൊടുത്ത് നല്ല ടൈമാക്കിയ കുഞ്ഞുങ്ങളാണ്. ഇത് ഏകദേശം ഒരു 4 മാസമായി. അപ്പോൾ ഈ കുണിയൂറുകളൊക്കെ അഡൾട്ട് ആവാൻ 8 മാസമാണ് ഇത് വേണ്ടത്. ഇതിപ്പോൾ ഏകദേശം 4 മാസമായതാണ്. 4 മാസമായ നല്ല ഫുൾ ടൈം ആയതുകൊണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പകുതി ടൈം, അതായത് സെമി ടൈം എന്ന് പറയും, പകുതി ടൈം ആയതുകൊണ്ട്. അപ്പോൾ ഇത് മാർക്കറ്റ് റേറ്റ് എന്ന് പറയുമ്പോൾ 11,000 12,000 മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. 12,000 മുതൽ സ്റ്റാർട്ടിങ്. ഇപ്പോൾ ടൈം അല്ലാത്തതിന് സാധാരണ രീതിയിൽ മാർക്കറ്റിലെ റേറ്റ് കുറച്ചുകൂടെ ഒന്ന് കുറവാണ്. ഇപ്പം അതനുസരിച്ച് ഈ കുണിയൂറിൻ്റെ കാര്യത്തിൽ ഇത് എല്ലാ ബേഡായാലും മാർക്കറ്റിലെ എല്ലാ ബേഡും അതിൻ്റെ കളർ അനുസരിച്ചും അതുപോലെ തന്നെ അതിൻ്റെ പ്രായം ക്വാളിറ്റി അനുസരിച്ച് റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ ഈ ബേഡ്സിന് എക്സോട്ടിക് ബേഡിനെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ഫിക്സഡ് റേറ്റ് ഇല്ല. അതായത് ഈ പക്ഷികളായാലും അതുതന്നെ മൃഗങ്ങളായാലും അതുപോലെ തന്നെ എക്സോട്ടിക് മീൻ കാര്യങ്ങൾ എല്ലാ ഐറ്റത്തിനും നമ്മൾ ഈ ഫിക്സഡ് റേറ്റ് ഇല്ല. അപ്പോൾ അതിൻ്റേതായ ബ്രീഡിങ്ങും കാര്യങ്ങളനുസരിച്ചാണ് ഓരോ സ്ഥലത്ത് അതിൻ്റെ റേറ്റ് കൂടുകയും കുറയുകയും ചെയ്യുന്നത്. ഇത് നോർമൽ ബഡ്ജീസ് എന്നാണ് പറയുന്നത്. ബഡ്ജീസ് എന്ന് പറയും, ചില സ്ഥലത്ത് ലവ് ബേഡ്സ് എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ റേറ്റ് നമ്മുടെ ഇവിടെയൊക്കെ 299 മുതലാണ് നമ്മൾ കൊടുക്കാറ്. 299 മുതൽ കൊടുക്കും. പക്ഷേ മാർക്കറ്റ് റേറ്റ് 400, ചില സ്ഥലത്ത് 450 ഉണ്ട്. അത് ഓരോ സ്ഥലത്തെ ബ്രീഡിങ്ങും ഓരോ സ്ഥലം അനുസരിച്ച് റേറ്റ്, കാലാവസ്ഥ അനുസരിച്ച് റേറ്റ് മാറിക്കൊണ്ടിരിക്കും. ഇത് ആഫ്രിക്കൻ ലവ് ബേഡിൽ ഗ്രീൻ പീച്ച് വെറൈറ്റിയാണ്. ഇതൊരു പെയറിന് 1900 മുതൽ 2500 വരെ മാർക്കറ്റ് റേഞ്ചിൽ നമുക്ക് മേടിക്കാം. അതുപോലെ തന്നെ ഇത് ആഫ്രിക്കൻ ലവ് ബേഡിൽ ഗ്രീൻ ഫിഷർ എന്ന് പറയും. ഇതിൻ്റെ പെയർ ഒരു 2500 മുതൽ 4000 വരെയാണ്. നമുക്കതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് റേറ്റ് കൂട്ടിയും കുറഞ്ഞും നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന റേറ്റ് 2500 പിന്നെ ഒരു 2-3 പേരൊക്കെ എടുക്കുന്നതനുസരിച്ച് നമ്മൾ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്താണ് കൊടുക്കാറ്. ഈ കൊടുത്തേക്കുന്ന എല്ലാം ഒരേ പെയറിൻ്റെ റേറ്റാണ്. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന എല്ലാ ബേഡിൻ്റെ റേറ്റും നമ്മൾ പെയർ അനുസരിച്ചാണ് റേറ്റ് കൊടുത്തേക്കുന്നത്. സിംഗിൾ പീസ് ആകുമ്പോൾ അതിൻ്റെ നേരെ പകുതി നോക്കിയാൽ മതി. ഇത് മാവോ പീച്ച്, ബ്ലൂ പീച്ച്, അക്വാ ഗ്രീൻ അങ്ങനെയുള്ള വെറൈറ്റീസാണ്. ഇതെല്ലാം പെയർ ഒരു 2500 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കളർ അനുസരിച്ച്, കളർ ക്വാളിറ്റി കൂടുന്നതനുസരിച്ച് റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് മാറി വരും. ഇപ്പോൾ 2500, 3000, 3500 വരെ മാക്സിമം പോകും. പിന്നെ ചില സ്ഥലത്ത് 4000 മേടിക്കുന്നുണ്ട്, ചില സ്ഥലത്ത് പറയാനും പറ്റത്തില്ല. ചിലർ 4500 ആ റേഞ്ചിലൊക്കെ കയറി പോകാറുണ്ട്. അപ്പോൾ മാർക്കറ്റ് റേറ്റ് എന്ന് പറയുമ്പോൾ 2500 മുതൽ 4000 ആണ്. അപ്പോൾ അതിൻ്റെ കളർ അനുസരിച്ച് നമ്മൾ പോയി നോക്കി എടുത്ത് മേടിക്കാം. പിന്നെ ഇതിൻ്റെ ഓവറായിട്ട് റേറ്റ് മേടിക്കുന്ന സ്ഥലത്തുനിന്ന് മേടിക്കാതിരിക്കലാണ് ഏറ്റവും നല്ലത്. ഇത് നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ആഫ്രിക്കൻ ലവ് ബേഡ്സിൽ ഇത് ഗ്രീൻ പീച്ചൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ ലൂട്ടിനോ പീച്ചൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഗ്രീൻ പീച്ച് പേരിനൊക്കെ ആണെങ്കിൽ 1900 മുതൽ 2500 ഉണ്ടാകാം. അതുപോലെ തന്നെ ലൂട്ടിനോ പീച്ചൊക്കെ ആണെങ്കിൽ 2800. നമ്മൾ കൊടുക്കുന്ന റേറ്റൊക്കെ 2800. നമ്മൾ കൊടുക്കുന്ന റേറ്റാണ് ആദ്യം കൊടുത്തത്. പിന്നെ നമുക്ക് അതിൻ്റെ പ്രായമൊക്കെ അനുസരിച്ച് നമുക്ക് 3800 വരെ മാക്സിമം കൊടുക്കാൻ പറ്റും. അതിൽ ഓവർ സാധാരണ അങ്ങനെ ആരും മേടിക്കാറില്ല. അപ്പോൾ അതൊക്കെ നോക്കി നിങ്ങൾ മേടിക്കുക. ഇതാണ് നമ്മുടെ കേജ്. നമ്മുടെ കേജിൻ്റെ വർക്കെല്ലാം നമ്മൾ ചെയ്തേക്കുന്നതെല്ലാം ഇതിന് തൊട്ട് മുമ്പത്തെ എപ്പിസോഡിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വേണമെന്നുള്ളവർ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കയറി കാണാം. ഇത് ബ്ലൂ ഫിഷർ, കൊബാൾട്ട് ഫിഷർ, അതൊക്കെയാണെങ്കിൽ ഒരു പെയറിന് 6500 മുതൽ 7500 വരെയാണ് എൻ്റെ റേറ്റ്. അതുപോലെ യെല്ലോ മാസ്ക്, ലൂട്ടിനോ ഫിഷർ, സ്പ്ലിറ്റ്, അതൊക്കെയാണെങ്കിൽ പെയർ 4500 മുതൽ 5500 അതിൻ്റെ കളർ അനുസരിച്ച് കൊടുക്കുക. പിന്നെ ലൂട്ടിനോ ഫിഷർ ഒറിജിനലൊക്കെ ആണെങ്കിൽ നല്ല റെഡ് ഐ ഒക്കെ ഉള്ളതാണെങ്കിൽ കുറച്ചുകൂടെ റേറ്റ് കയറും. അതായത് ഒരു 8000-ന് പുറത്താണ് അതിൻ്റെ റേറ്റ്, ഒരു പെയറിൻ്റെ റേറ്റ്. പിന്നെ മാവ് അടപ്പുണ്ട്. മാവൊക്കെ ഒരു പീസിന് തന്നെ ഒരു 2000 രൂപ റേറ്റ്, 2000-2500 റേറ്റ് ഉണ്ട്. പിന്നെ ഒരു ഫിഷറൊക്കെ ആണെങ്കിൽ ഒരു 4000-5000-ൻ്റെ ഇടയിലാണ് എൻ്റെ റേറ്റ്. നല്ല അതിൻ്റെ പിന്നെ അതുപോലെ അതിൻ്റെ ഈ ചിലത് ബ്രീഡിങ് കഴിഞ്ഞതാണെങ്കിൽ അതിന് ഇത്തിരി കൂടെ ചെറിയ റേറ്റ് വ്യത്യാസം വരും. അത് എല്ലാ ബേഡും അങ്ങനെ തന്നെ. ഒരു ഫസ്റ്റ് ക്ലച്ചൊക്കെ എടുത്താണെങ്കിൽ സാധാ മാർക്കറ്റ് റേറ്റിനെ കാട്ടി, അതായത്
ബേർഡിൻ്റെ റേറ്റിനെ കാട്ടി കുറച്ച് ഒരു വ്യത്യാസം വരും. അപ്പോൾ ഇത് വന്നിട്ട് ജാവ ഫിഞ്ചസ് എന്ന് പറയും. ഇത് വൈറ്റ്, പ്യുവർ വൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ബ്ലാക്ക് ഉണ്ട്. ബ്ലാക്കിൻ്റെ റേറ്റ് 1650 മുതൽ 1850 വരെയാണ് എൻ്റെ മാർക്കറ്റ് റേറ്റ്. അതുപോലെ തന്നെ വൈറ്റൊക്കെ ആണെങ്കിൽ 2600 മുതൽ 3000 വരെ നമുക്ക് കൊടുത്ത് മേടിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ബംഗാളി ഫിഞ്ചസ്. ബംഗാളി ഫിഞ്ചസ് എന്ന് പറയും, അതുപോലെ തന്നെ സൊസൈറ്റി ഫിഞ്ച് എന്ന് പറയും. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രാവിലെ എല്ലാ ബേർഡും ഏകദേശമുള്ള എക്സോട്ടിക് ബേർഡ് എല്ലാം രാവിലെ തന്നെ കുളിക്കാറാണ് പതിവ്. അപ്പോൾ കുടിക്കുകയും കൊടുക്കുന്ന വെള്ളത്തിൽ ഓവറായിട്ട് വെച്ച് കൊടുത്താൽ ഇപ്പോൾ അതിൻ്റെ അകത്ത് നല്ല രീതിയിൽ കുളിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ബംഗാളി ഫിഞ്ചസ് റേറ്റ് എന്ന് വെച്ചാൽ 750 മുതൽ 1000 വരെയാണ്. അപ്പോൾ ഇത് ഒരു സൈഡിൽ കൊടുത്തേക്കാൻ നമുക്ക് ഇത് സെമി അഡൾട്ടൊക്കെ ആണെങ്കിൽ 750, അതുപോലെ അഡൾട്ടൊക്കെ ആകുമ്പോൾ 1000 രൂപയാണ്. ഇത് നമുക്ക് എല്ലാ ഫിഞ്ചസിൻ്റെ കൂടെ ഇടാൻ പറ്റും, വലിയ വലിയ ഫിഞ്ചസിൻ്റെ കൂടെ ഇടാൻ പറ്റും. അതിൻ്റെ മുട്ടയൊക്കെ വേണമെങ്കിൽ ചിലപ്പോൾ ഇത് കൂട്ടത്തിലിരുന്ന് വിരിച്ചിറക്കാറുണ്ട്. അപ്പോൾ ഇത് ഷുഗർ ഗ്ലേഡറാണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു സെമി അഡൾട്ടൊക്കെ ആണെങ്കിൽ നമുക്കൊരു 25, അതുപോലെ 23 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. പിന്നെ ബ്രീഡിംഗ് പെയറൊക്കെ ആണെങ്കിൽ അതായത് ഒരു ബ്രീഡിങ് കഴിഞ്ഞതൊക്കെ ആണെങ്കിൽ 2 ബ്രീഡിങ് കഴിഞ്ഞതൊക്കെ നമുക്ക് 35,000 രൂപ വരെ കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിരിക്കുന്ന ഏകദേശം ഒരു ബ്രീഡിങ് ആയതാണ്, അഡൾട്ട് ആയതാണ്, നമുക്ക് ഏകദേശം ഒരു 30,000 രൂപ ആയത്. പിന്നെ ഇത് ബോർക്കീസ് പാരക്കീറ്റ് എന്ന് പറയും. ഇതിൻ്റെ മാർക്കറ്റ് റേറ്റ് 18,000 മുതൽ 26,000 വരെയാണ്. 18,000 എന്ന് പറയുമ്പോൾ നമുക്കൊരു സെമി അഡൾട്ട് കഴിഞ്ഞിട്ടുള്ളത് ആ ടൈമിലുള്ള ബേർഡാണ്. പിന്നെ ചില സമയത്ത് ഓരോ ബേർഡിന് ഇപ്പോൾ ഈ കാണുന്നതൊന്നും ഫിക്സഡ് അല്ല. ചില സമയത്ത് ഇതിൻ്റെ റേറ്റ് കുറച്ച് കൂടിയിരിക്കും, ചില സമയത്ത് കുറച്ചൊന്ന് കുറയും. അപ്പോൾ ഇതാണ് ഈ ഏകദേശ റേറ്റ്. അപ്പോൾ പിന്നെ ഈ റേറ്റ് നോക്കാൻ നേരത്ത് നിങ്ങൾ ഈ വീഡിയോയുടെ എന്നാണ് പോസ്റ്റ് ചെയ്തേക്കുന്ന ആ ടൈം കൂടെ നോക്കണം. പിന്നെ ഈ വീഡിയോ നിങ്ങൾ കുറച്ച് നാളെ കഴിഞ്ഞിട്ട് കാണുമ്പോൾ ചിലപ്പോൾ റേറ്റ് കൂടുതലായിരിക്കും, ചിലപ്പോൾ കുറവായിരിക്കും. അപ്പം ആ സമയം അനുസരിച്ച് റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വ്യത്യാസപ്പെട്ടിരിക്കും, ഡിമാൻഡ് അനുസരിച്ചാണ് ഇതിൻ്റെ. ഇത് ഗ്രീൻ ചീക്ക് കൊണിയൂറാണ്. ഇതിൻ്റെ റേറ്റ് ഒരു സെമി അഡൾട്ട് കഴിഞ്ഞിട്ടുള്ളതൊക്കെ ഒരു 11,000 മുതൽ അതിൻ്റെ നല്ല രീതിയിൽ റെഡ് കളറൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് ഒരു 13,000 വരെ നമുക്ക് കൊടുക്കാം ഒരു പെയറിന്. അപ്പോൾ നമ്മൾ ടേംഡ് കൊണിയൂർ തന്നെ കൊടുക്കുന്നത് ഒരു 13 രൂപയ്ക്കാണ് നമ്മൾ ഇതിൻ്റെ ഒരു സെമി അഡൾട്ടിൻ്റെ ടേംഡ് കൊടുക്കുന്നത്. അപ്പോൾ ടേംഡിനെ അപേക്ഷിച്ച് വൈൽഡിന് പൊതുവേ റേറ്റ് കുറവാണ്. ടേംഡ് ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ റേറ്റ് എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. ഇത് പൈനാപ്പിൾ കൊണിയൂറാണ്. ഇത് മാർക്കറ്റിൽ അതിൻ്റെ റേറ്റ് അതിൻ്റെ കളർ അനുസരിച്ചാണ്. ഇത് ചില സമയത്ത് ഒരു 13 രൂപ റേഞ്ചിൽ നമുക്ക് കിട്ടാറുണ്ട്. 13 മുതൽ അതിൻ്റെ നല്ല ഹൈപ്പർ റെഡൊക്കെ ആണെങ്കിൽ നമുക്കൊരു 18 രൂപ വരെ നമുക്ക് ഒരു പെയറിന് മാർക്കറ്റിൽ കൊടുക്കാം. അപ്പോൾ ഇതാണ് യെല്ലോ ഷെയ്ഡ് കൊണിയൂറാണ്. ഇതെല്ലാം സ്മാൾ ടൈപ്പ് കൊണിയൂർ എന്നാണ് പറയുന്നത്. ഇത് യെല്ലോ ഷെയ്ഡ് കൊണിയൂർ ഒരു പെയറിന് ഒരു 13,000 മുതൽ 14,500 വരെ നമുക്ക് കൊടുക്കാം ഒരു പെയറിൻ്റെ റേറ്റ്. അപ്പോൾ ഇത് സെമി അഡൾട്ട് ആകുമ്പോൾ കുറച്ചുകൂടെ റേറ്റ് ഒരു 1000 രൂപ, ഒരു 500 രൂപ ചിലപ്പോൾ കുറഞ്ഞിരിക്കും. പിന്നെ ഇതെല്ലാം സ്മാൾ ടൈപ്പ് കൊണിയൂറാണ്. സ്മാൾ ടൈപ്പ് കൊണിയൂർ എന്ന് പറയുമ്പോൾ ഇത് പൈനാപ്പിൾ കൊണിയൂർ, യെല്ലോ ഷെയ്ഡ് കൊണിയൂർ, അതുപോലെ തന്നെ ഗ്രീൻ ചീക്ക് കൊണിയൂർ. ഇതിൻ്റെ ബ്ലൂ സീരീസും വരാറുണ്ട്. ബ്ലൂ സീരീസ് ആകുമ്പോൾ ഇതിനെക്കാട്ടി കുറച്ചുകൂടെ ഒരു 8,000 രൂപ, ഒരു 7,000 രൂപ, 8,000 രൂപ, ചില സമയത്ത് ഒരു 10,000 രൂപ വരെ ഡിഫറൻറ്റ് വരും. ഇത് കോക്ടെയിൽ ഗ്രേ ആണ്. ഗ്രേ കോക്ടെയിലാണ്. അതിപ്പോൾ ഏകദേശം ഒരു 3,600 മുതൽ ലൂട്ടിനൊക്കെ ആണെങ്കിൽ നല്ല കളറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പോയാലും ഒരു ബ്രീഡിംഗ് പെയർ ഒരു ഫസ്റ്റ് ബ്രീഡിങ് കഴിഞ്ഞതൊക്കെ ആണെങ്കിൽ നമുക്കൊരു 5,000 രൂപ കൊടുത്ത് മേടിക്കാവൂ. അപ്പോൾ ചെറുതെങ്കിലും ആ റേറ്റിൽ കൊടുത്ത് മേടിച്ച് നമുക്ക് നഷ്ടമാണ്. പിന്നെ ഇതാണ് നമ്മുടെ ഈ കൊണിയൂറിനും അതുപോലെ തന്നെ എല്ലാ ബേഡ്സിനും ഹാൻഡ് ഫീഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഹാൻഡ് ഫീഡിങ് ഫോർമുല 250 ഗ്രാമിന് മാർക്കറ്റ് റേറ്റ് 240 മുതൽ 275 അതിൻ്റെ റേറ്റ്. MRP അടിച്ചേക്കുന്നത് 275. അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് 240 ഇട്ട് കൊടുക്കും.